ഐക്യരാജ്യസഭ അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക പ്രോഗ്രാമിനെ അംഗീകരിച്ചിട്ട് ഒരു വേൾഡ് വൈഡ് അവാർഡ് കൊടുത്തു. ഈ 14 ജില്ലയിലും അദ്ദേഹം ചെയ്ത ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു താങ്കൾ ഇത്ര ലക്ഷക്കണക്കിന് മലയാളികളെ കണ്ടുവല്ലോ, എന്തായിരുന്നു ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഞാൻ വിചാരിച്ചു അദ്ദേഹം 3-4 കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഒരു സെക്കൻഡ് കൂടി ചിന്തിച്ചില്ല. ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. ഭൂരിപക്ഷം ആൾക്കാർ വന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മന്ത്രിയുടെ മുമ്പിലും പറയുന്നു, വിഴിഞ്ഞം തുറമുഖിൽ തന്നെ ഊമൻ ചാണ്ടിയുടെ ഒരു പ്രതിമ നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു മഹാൻ വ്യക്തിയെ ഇന്ന് നമ്മൾ കൂടി ഓർമ്മ വയ്ക്കുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഈ വേദിയിൽ പലവരും പറയാൻ പോകുന്നുണ്ട്, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിബന്ധം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് ആണ്. ഞാൻ പ്രത്യേകിച്ച് നമ്മളുടെ ഉദ്ഘാടകൻ്റെ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, ഈ വേദിയിലും സദസ്സിലൊക്കെ പ്രസിദ്ധപ്പെട്ട എഴുത്തുകാരും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ താങ്കളോടൊന്ന് അഭ്യർത്ഥിക്കുന്നു സുധീരൻജി, താങ്കൾ അനുഭവിച്ച ഈ ചരിത്രത്തിന് ഞങ്ങളോട് ഇത്ര നന്നായി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതൊന്ന് എഴുതി താങ്കൾ അതൊരു പുസ്തകമാക്കണം. ഇതിന് എല്ലാവർക്കും ഇതിൽ പല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളെ കുറിച്ച് മാത്രമല്ല, ഞാൻ എഴുതി തുടങ്ങി 91 വരെ ആയിട്ടുണ്ട്. അത് ശരി, പേജ് 91 വരെ. 1990 വരെ ആയിക്കഴിഞ്ഞു, 91 വരെ. അപ്പോൾ ഇനിയും ഈ 35 വർഷം അദ്ദേഹം നന്നായി പൂർത്തിയാക്കട്ടെ, നമ്മളെല്ലാവരും വായിക്കാനിരിക്കും. എനിക്കറിയാം പലവരും ഇരിക്കുന്നുണ്ട് സംസാരിക്കാൻ, അതുകൊണ്ട് ഞാൻ ആകെ ഇന്ന് 2 പോയിന്റ് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും സ്ഥലത്തിൻ്റെ MP ആയ കാരണം എനിക്ക് ഇനിയും 2 ചടങ്ങിന് പോകാനുണ്ട്. ഒന്ന്, ഞാൻ ഉദ്ഘാടകനാണ് കുര്യാത്തിയിൽ, അതിനെത്താൻ വൈകിക്കഴിഞ്ഞു. 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുന്നു പറയാനുള്ളത്. ഒന്ന്, നമ്മളെല്ലാവരും ഓർക്കുന്നത് ഒരു ജനകീയ നേതാവാണ്, ഒരു ജനസേവന ചെയ്ത നേതാവാണ്. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു, ജനങ്ങൾ അദ്ദേഹത്തെയും സ്നേഹിച്ചു. അതിൻ്റെ എല്ലാം വെച്ച് നല്ല ഉദാഹരണമായിരുന്നു അദ്ദേഹത്തെ ജനസമ്പർക്കം പ്രോഗ്രാം. നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, മുഖ്യമന്ത്രിയായിട്ടും കൂടി 14 ജില്ലാ തലസ്ഥാനത്തിൽ 18 മണിക്കൂർ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ നിന്നിട്ട് ലക്ഷക്കണക്കിൻ്റെ ആൾക്കാരെ നിവേദനങ്ങൾ മേടിച്ച് ഉടനെ തീരുമാനമെടുത്ത് ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിനൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ നിന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാമിന, ആ ക്ഷീണമില്ലാതെ നിൽക്കലും, ഓരോരോ വിഷയത്തെക്കുറിച്ച് ഉടനെ വായിച്ച് മനസ്സിലാക്കി തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് അതുമീതെ സന്തോഷം തോന്നിയത്. ഐക്യരാജ്യസഭ അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക പ്രോഗ്രാമിനെ അംഗീകരിച്ചിട്ട് ഒരു വേൾഡ് വൈഡ് അവാർഡ് കൊടുത്തു ഫോർ പബ്ലിക് സർവീസ്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. നമ്മളെല്ലാവരും എത്ര വലിയ ഭാഗ്യമായിരുന്നു, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ 14 ജില്ലയിലും അദ്ദേഹം ചെയ്ത ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു താങ്കൾ ഇത്ര ലക്ഷക്കണക്കിന് മലയാളികളെ കണ്ടുവല്ലോ, എന്തായിരുന്നു ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഞാൻ വിചാരിച്ചു അദ്ദേഹം 3-4 കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഒരു സെക്കൻഡ് കൂടി ചിന്തിച്ചില്ല. ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. ഭൂരിപക്ഷം ആൾക്കാർ വന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം, നിങ്ങൾ അറിയാമല്ലോ, കാരുണ്യ പദ്ധതി, വേറെ പല ഹെൽത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള ഓരോരോ പ്രോഗ്രാംസും സബ്സിഡൈസ്ഡ് മരുന്നുകളും ഇതെല്ലാം അദ്ദേഹം പ്രഖ്യാപിച്ചത് ആ കാര്യം മനസ്സിലാക്കിയിട്ടാണ്. ജനങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം കണ്ടിട്ടാണ് ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ പുതിയ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ 25 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഇറക്കിയത്, അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരിനെ മിന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഹൃദയം മനസ്സിലാക്കി ചെയ്തൊരു പദ്ധതിയാണ്. എനിക്ക് നല്ലോണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണം നമ്മളുടെ വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞു, വിഴിഞ്ഞം തുറമുഖമാണ്. അതിലെനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം അടുത്തായിട്ട് പങ്കെടുക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്ന കാരണം ഞാൻ വിശ്വനാഥ് പറഞ്ഞതിനെ 100% അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ഇതായിരുന്നു സത്യം. ഈ തുറമുഖനെ കുറിച്ച് ആര് എന്ത് ആവശ്യപ്പെട്ടാലും എനിക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ ഡ്രൈവ് കൊണ്ടാണ്, ആ അത്രത്തോളം ഡിറ്റർമിനേഷൻ കൊണ്ട് ചെയ്തിട്ടാണ് ഈ തുറമുഖ യാഥാർത്ഥ്യമായത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയ ഉടനെ എന്നെ വിളിച്ചു, പറഞ്ഞു ഇത് നമ്മളുടെ ഒരു അഭിമാന പദ്ധതിയാണെന്ന് ഇറക്കണം. അദ്ദേഹം ടെൻഡർ ഇറക്കി. ചിലർ ഈ കഥ മറന്നിട്ടുണ്ടാവും, പക്ഷെ ആദ്യത്തെ ടെൻഡറിൽ ഒരൊറ്റ കമ്പനിയും ബിഡ് ചെയ്തില്ല. എന്തായിരുന്നു കാരണം? അച്യുതാനന്ദ സർക്കാർ 2-3 തവണ ടെൻഡർ ഇറക്കിയപ്പോൾ ഈ ടെൻഡർ ജയിച്ച കമ്പനിമാരെ എല്ലാവരും കേന്ദ്ര സർക്കാർ തള്ളി. കാരണം അവർക്ക് ചൈന ബന്ധമുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് തള്ളി.
അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ദേശീയ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കുന്ന വേണത് കേരളത്തിലുള്ള നാണക്കേടായിരിക്കും സംഭവിച്ചത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അയച്ചു. ആ സമയത്താണ് അദ്ദേഹം ഒരു 2ാം ടെൻഡർ ഇറക്കാൻ തീരുമാനിച്ചത്. ആദ്യത്തെ 2-3 ദിവസം ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ 10 ദിവസമായിരുന്നു കൊടുത്തിരുന്ന ടെൻഡറിൽ ബിഡ് ചെയ്യാൻ, ആരും ബിഡ് ചെയ്തില്ല. ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ ഫ്ലൈറ്റിൽ കയറാൻ വരിയിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ മുമ്പ് ശ്രീ അഡാനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, തുറമുഖമൊക്കെ നടക്കുമല്ലോ, താങ്കൾ ഇതിന് ബിഡ് ചെയ്ത് ചോദിച്ചു. ഇല്ല, ഞാൻ ബിഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് ഇരുന്നിട്ട് വിഴിഞ്ഞത്തിൻ്റെ ഓരോരോ ഗുണങ്ങളും ഞങ്ങളുടെ സർക്കാരിൻ്റെ പിന്തുണയും ഒക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഫ്ലൈറ്റിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കമ്പനിയോട് ടെൻഡർ ഡോക്യുമെൻ്റ് മേടിക്കാൻ പറയാം. അങ്ങനെയാണ് അഡാനി ബിഡ് വന്നത്. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് എല്ലാം നേരിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്, ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ ചിന്തയില്ല, വികസനമാണ് വേണ്ടത് പറഞ്ഞിട്ട് അദ്ദേഹം ധൈര്യമായി നിന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തുള്ള ചില ചിന്തകളുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സംസാരിച്ചു എന്ന് മാത്രമല്ല, ആവശ്യപ്പെട്ടിട്ട് എന്നെ ഡൽഹിയിൽ നമ്മുടെ ഹൈക്കമാൻഡിനോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഈ വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമായത്. അതിൻ്റെ ഓരോരോ സ്റ്റേജിലും അത് പാവപ്പെട്ടവർ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കുന്ന തീരുമാനങ്ങൾ, ക്യാബിനറ്റിൽ നല്ലൊരു പദ്ധതി പാസ്സാക്കൽ, അതിനൊരു നല്ല പണം മാറ്റിവെക്കൽ, ഇതെല്ലാം ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തു. അദ്ദേഹം നിങ്ങളെല്ലാവരും ഒരു 5 വർഷം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുറമുഖം ഒരു വിവാദമില്ലാതെ എല്ലാവരെയും സന്തുഷ്ടമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടാകും. ആ ഭാഗ്യം നമ്മളെല്ലാവർക്കും ഉണ്ടായില്ല. പക്ഷെ ഓരോ ഡീറ്റെയിൽ നമ്മൾക്കൊരു മുൻ ഉദ്യോഗസ്ഥൻ ഗജേന്ദ്ര ഹൽദിയ വന്നിട്ട് വെഞ്ചർ പിന്നെ വയബിലിറ്റി ക്യാപിറ്റൽ ഫണ്ടിങ്ങിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതും, അതിനെക്കുറിച്ച് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി ഞാൻ പോയി അരുൺ ജെയ്റ്റ്ലി ഫൈനാൻസ് മിനിസ്റ്റർ ആയ സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് കേന്ദ്രത്തിന് പണം വാങ്ങുന്നതും ഇതെല്ലാം ചെയ്തതിന് എല്ലാ സ്റ്റേജിലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പറയാൻ പോണത്, അദ്ദേഹം നമ്മളുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെല്ലാവരെയും മനസ്സിലും നമ്മളെല്ലാവരെയും ഹൃദയത്തിലുണ്ട്, അത് സത്യമാണ്. പക്ഷേ വരാൻ പോകുന്ന തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ജനസ്നേഹവും ആ ജനസേവനവും കാണാത്തവർക്ക് എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടി ഒരു 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 പെർമനൻ്റ് ആയിട്ടൊരു ഡിസ്പ്ലേ കാണിക്കാൻ ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മന്ത്രിയുടെ മുമ്പിലും പറയുന്നു, വിഴിഞ്ഞം തുറമുഖിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിമ നമ്മൾ കെട്ടിക്കൊടുക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന നമ്മളുടെ സംസ്ഥാന സർക്കാരിനോട്. ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതാൻ പോവുകയാണ്. ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയ കൊണ്ടുവന്ന് നയിച്ച് യാഥാർത്ഥ്യമാക്കാൻ വെച്ച് എല്ലാം വെച്ച് കൂടുതൽ ത്യാഗം ചെയ്ത ഒരു നേതാവാണെങ്കിൽ അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ സ്ഥലത്തിൽ ആരും വിളക്കാൻ സാധിക്കാത്ത നല്ലൊരു നോൺ പൊളിറ്റിക്കലായിട്ട് വികസനത്തിൻ്റെ പേരിൽ ഒരു ഉമ്മൻചാണ്ടി പ്രതിമ നമ്മൾ വിഴിഞ്ഞത്ത് കിട്ടിയാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയും അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കും. ഇനി വരാൻ പോകുന്ന പല തലമുറയ്ക്ക് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. വേദിയിൽ കുറേ ആൾക്കാർ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പറയാൻ. ഞാൻ അടുത്ത ചടങ്ങിലേക്ക് ഓടി പോകാനുള്ള കാരണമായി ഞാൻ അധ്യക്ഷനോട് അനുവാദം മേടിച്ചിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ ഒരിക്കലും കൂടി ഞാൻ പറയട്ടെ, നമ്മളാരും അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. പക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറകളും അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കരുത്. അദ്ദേഹം ചെയ്ത സേവനം, അദ്ദേഹം ചെയ്ത ഓരോരോ കോൺട്രിബ്യൂഷൻ നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് ഒരു ഹൃദയം നിറഞ്ഞ പ്രണാമത്തോടെ ഞാൻ എൻ്റെ വാക്കാനുസരിച്ച് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ്.